തുമ്പക്കോട്ട് മലയിലെ കോറി വിഷയത്തിൽ തിരുവമ്പാടി ഭരണസമിതി യോഗത്തിൽ UDF-ൽ ഭിന്നത. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഈ വിഷയത്തിൽ രണ്ട് തട്ടിലാണ്. ഇതിനിടെ ഭരണസമിതി യോഗത്തിൽ നിന്ന് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഇറങ്ങിപ്പോവുകയും ചെയ്തു. തുമ്പക്കോട്ട് മലയിൽ കരിങ്കൽ കോറി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. തിങ്കളാഴ്ചയായിരുന്നു ഭരണസമിതി യോഗം. 10ാം ഇനമായാണ് തുമ്പക്കോട്ട് മല കോറിക്ക് അനുവാദം കൊടുക്കുന്ന വിഷയം വന്നത്. കോറി അനുവദിക്കാൻ ആവശ്യമായ രേഖകളെല്ലാം രാധാകൃഷ്ണൻ മാനേജിംഗ് ഡയറക്ടറായ റോക്സ് ആൻഡ് സ്റ്റോൺ ക്രഷർ എന്ന സ്ഥാപനം നൽകിയിട്ടുണ്ടെന്ന് സെക്രട്ടറി അറിയിച്ചു. ഇതോടെ കരിങ്കൽ ഖനനം നടത്തുന്നതിന് ക്വാറി ലൈസൻസ് ലഭിക്കുന്നതിനുള്ള അപേക്ഷ തീരുമാനത്തിന് ബോർഡ് യോഗത്തിൽ അവതരിപ്പിച്ചു. എന്നാൽ ഭരണകക്ഷിയായ UDF-ൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിലുണ്ടായത്. ഉപസമിതിയെ വെച്ച് വിഷയം പഠിച്ച ശേഷം തീരുമാനമെടുത്താൽ മതിയെന്ന അഭിപ്രായം വൈസ് പ്രസിഡന്റ് K. അബ്ദുറഹ്മാൻ അറിയിച്ചു. ഈ അഭിപ്രായത്തോട് ഭരണസമിതിയിലെ 3 അംഗങ്ങൾ യോജിക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ വാർഡിലെ കാര്യമായതിനാലും ക്വാറിക്കെതിരെ വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും ഒട്ടേറെ പരാതി ലഭിച്ചതുകൊണ്ടും ക്വാറിക്ക് അനുവാദം കൊടുക്കേണ്ട എന്ന നിലപാടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ സ്വീകരിച്ചത്. എന്നാൽ പരാതിക്കാരെയും ഇതുമായി ബന്ധപ്പെട്ടവരെയും ചർച്ചയ്ക്ക് വിളിച്ച ശേഷം തീരുമാനമെടുത്താൽ മതിയെന്ന അഭിപ്രായവുമായി ഭരണകക്ഷിയിലെ ഒരു വിഭാഗം രംഗത്തെത്തി. പല അഭിപ്രായങ്ങളും ഉയർന്നു വന്ന സാഹചര്യത്തിൽ തൻ്റെ തീരുമാനം ക്വാറി വേണ്ട എന്നതാണെന്ന് പറഞ്ഞ് പ്രസിഡന്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ക്വാറി വേണ്ട എന്ന പ്രസിഡന്റിൻ്റെ തീരുമാനത്തിനെതിരെ എല്ലാ രേഖകളുമുള്ളതിനാൽ ക്വാറി അനുവദിക്കാവുന്നതാണെന്ന് സെക്രട്ടറി രേഖപ്പെടുത്തുകയും ചെയ്തു. പാർട്ടി നിലപാടനുസരിച്ച് പ്രസിഡന്റിൻ്റെ തീരുമാനത്തിനൊപ്പമാണെന്ന് കോൺഗ്രസിലെ ലിസി എബ്രഹാം, രാജു അമ്പലത്തിങ്കൽ, ലിസി സണ്ണി, ഷൈനി ബെന്നി എന്നിവർ എഴുതി കൊടുത്തു. എന്നാൽ ഭൂരിപക്ഷം പേരും ഉപസമിതിയെ വെച്ച് തീരുമാനമെടുക്കണം എന്ന നിലപാടിലായിരുന്നു. തീരുമാനം വോട്ടിനിടാതെ യോഗം അവസാനിപ്പിക്കുകയും ചെയ്തു. പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തിനെതിരെ മറ്റ് പഞ്ചായത്ത് അംഗങ്ങളൊന്നും വിയോജനക്കുറിപ്പും എഴുതിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.